ഹലോ ഗൈസ്, റീസെൻ്റ്ലി ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പോയതിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ട്രിപ്പായിരുന്നു. എങ്ങോട്ടാണെന്നല്ലേ? വേറെ എവിടെയല്ല, ലക്ഷദ്വീപ് തന്നെയാണ്. ലക്ഷദ്വീപിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻ്റെ അടുക്ക കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം. കൊച്ചി ടു അഗത്തി ഫ്ലൈറ്റായിരുന്നു എടുത്തത്. 1.5 മണിക്കൂറായിരുന്നു ഡ്യൂറേഷൻ. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ലക്ഷദ്വീപിലെത്തി ലാൻഡ് ചെയ്യുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ചുറ്റിനും നല്ല ടീൽ ബ്ലൂ കളറിൽ കടൽ കിടക്കുന്നു. അതിൻ്റെ നടുക്കോട്ട് കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ലക്ഷദ്വീപ് എയർപോർട്ടിലോട്ടായിരുന്നു. എയർപോർട്ട് എന്ന് പറയുമ്പം ബാക്കി എയർപോർട്ടുകളെ പോലെയല്ല, ഭയങ്കര കുഞ്ഞൊരു എയർപോർട്ടായിരുന്നു. അതിൽ കയറിയപ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണ് പോയത് അവിടുത്തെ ഫിഷ് ടാങ്കിലോട്ടായിരുന്നു. നല്ല വൈബ്രൻറ്റ് കളേഴ്സിലും പാറ്റേൺസിലും ഉള്ള മീനുകളായിരുന്നു ഫുള്ളും ആ ഫിഷ് ടാങ്കിനകത്തുണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷദ്വീപ് ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പ്രത്യേകിച്ച് സ്റ്റഡിയൊന്നും ചെയ്യാതെ പോയ ഒരു ട്രിപ്പായിരുന്നു. അത് കാരണം എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഇല്ലായിരുന്നു. നോർമലി ഞാനൊരു ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്, അങ്ങനെ ഒരു സ്റ്റഡി നടത്തുവാൻ. ഇത്തവണ അതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. വ്യൂസും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു പോകുന്ന വഴിക്കുള്ളത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഒരു തോട്ട് ഹിറ്റ് ചെയ്ത്, അതായത് ഇത്ര ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് 4 ദിവസം തിന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, എൻജോയ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു തോട്ട് എന്നെ ഹിറ്റ് ചെയ്ത്. പക്ഷേ സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി എല്ലാം ഞാനൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി നേരെ വന്ന് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലായിരുന്നു. ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടീൽ ബ്ലൂ കളറിൽ കടൽ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴേ പോയി ഫ്രഷപ്പായി തിരിച്ചു വന്നു. അന്ന് ഞങ്ങളുടെ പ്ലാൻ വെച്ചിട്ട് ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു. ഉച്ചക്കലത്തെ ലഞ്ചും കഴിഞ്ഞ് എല്ലാവരും റെഡിയായി അടുത്ത സ്പോട്ടിലോട്ട് പോകാനുള്ള പരിപാടികൾ തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പോയത് ഞങ്ങളൊരു ബ്രിഡ്ജിലോട്ടായിരുന്നു. ബ്രിഡ്ജിലൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ വെള്ളത്തിൻ്റെ കളർ ഞാനൊന്ന് നോക്കി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്സ് ആയിരുന്നു. അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും വേറൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു വെള്ളത്തിന് കണ്ടത്. സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അന്നത്തെ ലാസ്റ്റ് സ്പോട്ടിലോട്ട് വന്നു. അത് അന്താൻ ബീച്ചായിരുന്നു. അന്താൻ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ലക്ഷദ്വീപിൽ കണ്ട ബാക്കി സ്ഥലങ്ങൾ വെച്ച് ഭയങ്കര വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല മ്യൂസിക്കും സൺസെറ്റ് എല്ലാം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഫേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരെ പോയി ഒരു കോഫിയും പറഞ്ഞു, ഒരു കട്ട്ലറ്റും പറഞ്ഞു. കട്ട്ലറ്റ് ഫിഷ് കട്ട്ലറ്റായിരുന്നു. ലക്ഷദ്വീപിൻ്റെ മെയിൻ ഐറ്റം ഫിഷ് ആയതുകൊണ്ട് നമുക്ക് ചിക്കന് ബാക്കി കാര്യങ്ങളെക്കാളും കൂടുതൽ ഫിഷാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും. അത് കഴിഞ്ഞ് കടൽ നല്ല പീസ്ഫുള്ളായിട്ട് കിടന്ന് കണ്ടപ്പോഴത്തേക്ക് പൊന്നെ ഒന്നും നോക്കിയിട്ടില്ല, നേരെ വെള്ളത്തിലോട്ട് ഒറ്റ ചാട്ടം. അങ്ങനെ നല്ല രീതിയിലൊന്ന് കുളിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി വന്ന് ഫ്രഷപ്പായി ഫുഡും കഴിച്ചിരുന്നപ്പോഴത്തേക്കാണ് ലക്ഷദ്വീപിൽ ഒരു കൾച്ചറൽ ഇവൻ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അത് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. ക്ലബിലുള്ള ചേട്ടന്മാർ വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ മെയിനായിട്ട് അവരുടെ 3 ഇവൻ്റാണ് നടന്നത്. ഒന്ന് ഒലക്കമുട്ട്, കോൽമുട്ട്, പരിചയമുട്ട്. ഇങ്ങനെ 3 ഐറ്റംസ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലി അതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ ലിറിക്സൊക്കെ കുറച്ച് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ ഒരു സ്റ്റോറിയായിരുന്നു അവർ ആ ലൈൻസിൽ കൂടെ പറയുന്നത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പും പഠിപ്പിച്ച് തന്നിട്ട് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ടഫായിരുന്നു, പക്ഷേ എങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഈസിലി ഫ്ലെക്സിബിളായിട്ട് തോന്നി.
ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സർപ്രൈസിംഗ്ലി കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. കുറേ ടൈപ്പ് ഓഫ് ഞണ്ട്, നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഞണ്ടുകൾ, കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ, അങ്ങനെ ഓരോ സംഭവങ്ങളും കണ്ട് ഞങ്ങൾ പോയി. കടലിൻ്റെ അറ്റത്തോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഞണ്ടുകളായിരുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള കുഴികൾ പോലല്ല, വലിയ കുഴികളാണ് ഈ ഞണ്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് പറഞ്ഞത് നല്ല വൈബുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, സൈക്കിളും എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ അടുത്തുള്ള കുറച്ച് ചേട്ടന്മാരെന്നിട്ടൊക്കെ ചോദിച്ചു മീൻ പിടിക്കുന്നുണ്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പറഞ്ഞു മീൻ പിടിക്കാമെന്ന്. ഞാൻ ഇന്നുവരെ മീൻ പിടിച്ചിട്ടില്ല. അങ്ങനെ കുറേ നേരം തപ്പി നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് പുള്ളി വന്നിട്ട് എൻ്റെ അടുക്ക് പറഞ്ഞു, ഇവിടെ അപ്പുറം കുറച്ച് പേര് മീൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ആ മീനിനെ വേണമെങ്കിൽ വെച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ മനസ്സാക്ഷി എന്നെ അതിനെ അനുവദിച്ചില്ലെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച ഒരു മീനിനെ എടുത്ത് കുരുത്ത് നേരെ കടലിലോട്ടിട്ട് വീണ്ടും പിടിച്ച്. അങ്ങനെ ഞാൻ എന്താ പിടയ്ക്കുന്ന മീനെ പിടിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് ലക്ഷദ്വീപ് Day 1 അഡ്വഞ്ചേഴ്സ്.